ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ പോട്ടിംഗ് മിക്സ് എങ്ങനെ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ കാണിക്കുന്ന ചെടികൾ എവിടെ നിന്ന് വാങ്ങിക്കുന്നു എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായി. അപ്പം ആ ഒരു നഴ്സറിയും കൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇന്ന് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് ജാൻസി മാഡമാണ്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വിങ്ക റോസിൻ്റെ പരിചരണ രീതിയും അതുപോലെ തന്നെ വേനൽക്കാലത്ത് എങ്ങനെയാണ് നമുക്ക് ഈ വിങ്ക റോസിനെ പരിചരിക്കേണ്ടത്, പോട്ടിംഗ് മിക്സ് എങ്ങനെ തയ്യാറാക്കണം, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഹായ്, ഞാൻ സല്ലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു, സേഫായിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്നത്തെയും പോലെ നമ്മുടെ ചാർലിക്കുട്ടനും കൂടെയുണ്ട്. ചെടികളുടെ കാവൽക്കാരനായിട്ട് അവൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ ചെടികളുടെ കൂടെ ഉണ്ടാവും. സലു പറഞ്ഞതുപോലെ എൻ്റെ വീട്ടിൽ ഞാൻ പല തവണകളായിട്ട് വാങ്ങിയ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ്, അല്ലെങ്കിൽ വെയിലധികം വേണ്ടാത്ത, വെള്ളവും വെയിലും അധികം വേണ്ടാത്ത കുറച്ച് ചെടികളെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പുതിയ കുറച്ച് ചെടികൾ വാങ്ങിയത് എങ്ങനെയാണ് നടുന്നത്, അതിൻ്റെ പോട്ടി മിക്സ്, അതായത് വെള്ളവും അധികം വെയിലും വേണ്ടാത്ത ഇൻഡോർ പ്ലാന്റ്സിൻ്റെ പോട്ടി മിക്സ് കുറച്ച് ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ നനച്ചാൽ മതിയാവും. അപ്പോൾ അതിൻ്റെ നല്ലൊരു പോട്ടി മിക്സ് പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഈ ചെടികൾ വാങ്ങാൻ മിതമായ നിരക്കിൽ വാങ്ങാൻ പറ്റിയ ഒരു നഴ്സറിയും കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഞാൻ വാങ്ങിയ കുറച്ച് പുതിയ ചെടികളെ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ കലേഡിയാണ്. നല്ല ഭംഗിയായിട്ടോ അതിൻ്റെ ലീഫ് കാണാനായിട്ട്. എനിക്ക് കലേഡിയത്തിൻ്റെ ഒന്നും വെറൈറ്റീസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ചെടി. അപ്പോൾ ഞാൻ ആ നഴ്സറിയിൽ പോയി എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനിത് വാങ്ങി. ഇതിൻ്റെ വില നമ്മൾ നോക്കണ്ട, എനിക്ക് തോന്നുന്നു അത്ര വിലയില്ല, 150 റേഞ്ചിലൊക്കെ കിട്ടും. പക്ഷേ ഞാൻ നോക്കുമ്പോഴേ നമുക്കിത് സിറ്റൗട്ടിലൊക്കെ വെച്ച് നമുക്ക് എപ്പോഴും ഒന്ന് കാണാമല്ലോ, രാത്രി ആയാലും പകലായാലും നമുക്ക് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഇത് 2 കളറായിട്ടാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് വലുതാവുമ്പോൾ ഇതേപോലെ ലൈറ്റ് ഷെയ്ഡിലേക്ക് വരുമെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇതൊരു വെറൈറ്റി കലേഡിയ കേട്ടോ. കലേഡിയത്തിൻ്റെ വൈറ്റ് ഷെയ്ഡ്, ഗ്രീനും വൈറ്റും ചേർന്ന മറ്റൊരു ഷെയ്ഡാണ് കേട്ടോ കലേഡിയത്തിൻ്റെ തന്നെ. ഇതും നമ്മൾ ഇതുപോലെ സിറ്റ് ഔട്ടിലും അതുപോലെ കാർപോർച്ചിൻ്റെ സൈഡിലൊക്കെ വെയിൽ കിട്ടാതെ ഇൻഡോറായിട്ട് തന്നെ വളർത്തുന്ന ചെടിയാണ്. വെയിൽ കൂടുതൽ കൊണ്ടാൽ പെട്ടെന്ന് ഇത് വാടിപ്പോകുന്ന പോലെയാണ്. അപ്പോൾ ഷെയ്ഡിൽ തന്നെ വെക്കാൻ നോക്കണം ഈ ചെടികൾ. ഇത് കലേഡിയത്തിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇതും ഞാൻ ഇന്ന് നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഞാൻ എന്നിട്ട് വേറൊരു പോട്ടിലേക്ക് മാറ്റുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് വേറൊരു പോട്ടിലേക്ക് മാറ്റി ഇതിൻ്റെ പോട്ടി മിക്സൊക്കെ നിങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. കലേഡിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇത് എന്ത് രസമാണെന്ന് നോക്കി, ഇതിൻ്റെ ഇല കണ്ടോ. ഇതിന് ഓരോ ഇലകളുടെ ഭംഗിയാണ് ഏറ്റവും നമുക്ക് ഇതിനെ ആകർഷിക്കുന്നത്. അപ്പോൾ ഇതും നമ്മൾ എന്താ പറയുക, കുറേയൊന്നും വേണ്ടാന്നേ, നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നല്ല പോട്ടിൽ അറേഞ്ച് ചെയ്ത് വെക്കണം. അതാണ് നമുക്ക് ശരിക്കും മനസ്സിനൊരു സന്തോഷം നൽകുക. അപ്പോൾ ഇത് കലേഡിയത്തിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇതും ഞാൻ ഇന്ന് നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഞാൻ എന്നിട്ട് വേറൊരു പോട്ടിലേക്ക് മാറ്റുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് വേറൊരു പോട്ടിലേക്ക് മാറ്റി ഇതിൻ്റെ പോട്ടി മിക്സൊക്കെ നിങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. കലേഡിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇത് എന്ത് രസമാണെന്ന് നോക്കി, ഇതിൻ്റെ ഇല കണ്ടോ. ഇതിന് ഓരോ ഇലകളുടെ ഭംഗിയാണ് ഏറ്റവും നമുക്ക് ഇതിനെ ആകർഷിക്കുന്നത്. അപ്പോൾ ഇതും നമ്മൾ എന്താ പറയുക, കുറേയൊന്നും വേണ്ടാന്നേ, നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നല്ല പോട്ടിൽ അറേഞ്ച് ചെയ്ത് വെക്കണം. അതാണ് നമുക്ക് ശരിക്കും മനസ്സിനൊരു സന്തോഷം നൽകുക. അപ്പോൾ ഇത് നമ്മുടെ ഫിലോഡെൻഡ്രോണിൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ്. നല്ല രസമാണ് ഇതിൻ്റെ ഇലകൾ കാണാൻ. കണ്ടല്ലോ, വരുന്ന ഇലകൾ തന്നെ നല്ല ഭംഗിയായിട്ട് വരുന്നത്. പിന്നെ അതിനകത്ത് സ്ട്രൈപ്പൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതും നമുക്ക് ഇൻഡോറായിട്ട് വെക്കാം കേട്ടോ. ഇത് ഞാൻ അവിടുന്ന് വാങ്ങിയ അലോക്കേഷ്യയുടെ വെറൈറ്റീസാണ് കേട്ടോ. മിനിയേച്ചർ വെറൈറ്റീസാണ്. ഇത് വേറൊരു വെറൈറ്റിയാണ്, മിനിയേച്ചർ തന്നെയാണ്. അപ്പോൾ ഞാൻ അധികം പൊക്കം പോകാത്ത, ഇത് അലോക്കേഷ്യ ഒത്തിരി പൊക്കം പോയിട്ട് നല്ല നീണ്ട് ലീഫായിട്ടുള്ളത് ഒത്തിരി ഉണ്ട് കേട്ടോ. നല്ല മനോഹരമാണ് അതിൻ്റെ ഇലകളൊക്കെ കാണാൻ. അപ്പോൾ ഞാനതിൻ്റെ വീഡിയോ ഇതിനകത്ത് ഇടാം. കണ്ടല്ലോ, ഇത് പക്ഷേ മിനിയേച്ചറാണ്. അപ്പോൾ നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ നമുക്ക് ചെറിയ പോട്ടിലൊക്കെ വെക്കാനായിട്ട് ഇത് മതിയാവുമല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. അപ്പോൾ വലിയ ഇല വാങ്ങി ഒത്തിരി സ്പേസ് ഉള്ളിടത്തൊക്കെ വെക്കുന്നവരുണ്ട് കേട്ടോ. ഒരു ഭംഗി തന്നെയാണ് നമ്മുടെ സിറ്റ് ഔട്ടിൽ അത് ഇരിക്കുന്നത് തന്നെ.
നേരിട്ട് സൂര്യപ്രകാശം അടിക്കാത്തടുത്ത്, അതായത് കാർ പോർച്ചിലോ അല്ലെങ്കിൽ നമ്മുടെ ഇതുപോലെ സിറ്റൗട്ടിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണ് ന്യൂമറാന്ത എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ലൈറ്റ് റോസ്, വൈറ്റ്, ഡാർക്ക് മെറൂണും പച്ച എല്ലാം ചേർന്നിട്ട് ഒരു പ്രത്യേക തരം ഭംഗിയാട്ടോ അത്. അപ്പോൾ ഞാനിതും അവിടെ നിന്ന് വാങ്ങിയതാണ്, ന്യൂമറാന്ത. ഇത് കണ്ടല്ലോ, നിയോർജിലിയ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇതെനിക്ക് അവിടെ കണ്ടപ്പോൾ വലിയ ഇഷ്ടം തോന്നി. ഇതിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഞാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒത്തിരി കളേഴ്സ് കണ്ടു, നല്ല ഭംഗി തോന്നി. അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടം തോന്നി, അങ്ങനെ വാങ്ങിയതാണ് നിയോർജിലിയ. ഇതിന് മറ്റു പേര് നമ്മൾ എന്താ വിളിക്കുന്നതെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. ഈ ചെടിയുടെ പേര് എനിക്കറിയില്ല കേട്ടോ. നല്ല വെയിലുള്ളിടത്ത് വെച്ചാൽ ഇലകൾക്കൊക്കെ നല്ല കളറുകൾ വരുന്ന ഒരു ചെടിയാണ്, നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സീ പ്ലാന്റിൻ്റെ പോലെ അതിൻ്റെ തണ്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നും. അപ്പോൾ എന്തായാലും ഇതും ഞാൻ ഒരെണ്ണം അവിടെ കണ്ടപ്പോൾ ഇഷ്ടം കൊണ്ട് വാങ്ങിയതാണ്. ഇതിൻ്റെ പേര് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അതുപോലെ അവിടെ കുറച്ച് വെറൈറ്റി ബിഗോണിയാസ് ഉണ്ട് കേട്ടോ. ബിഗോണിയ ഇതൊക്കെ എനിക്ക് ഉണ്ടായിരുന്നതാണ്, മഴക്കാലത്ത് ശ്രദ്ധിക്കാതെ ഇപ്പോൾ പോയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇപ്പോൾ ആ നഴ്സറിയിൽ നിന്ന് വാങ്ങിയത്. അപ്പോൾ നഴ്സറി ഞാൻ ഇതിന് ഈ വീഡിയോയ്ക്ക് ശേഷം ഇതിൻ്റെ പോട്ടി മിക്സ് പരിചയപ്പെടുത്തിയതിന് ശേഷം നഴ്സറി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ആ നഴ്സറിയിലെ കുറച്ച് കാഴ്ചകളും നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ വേറൊരു ചെടിയാണിത്. ഇതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പേര് ചോദിക്കുക, ഞാൻ പേര് നോക്കിയിട്ടില്ല. ഇത് എനിക്കാണ് അഗ്ലോണിമയുടെ വർഗ്ഗത്തിൽപ്പെട്ടതാണോ എനിക്കൊരു സംശയമുണ്ട്. ഇത് തണലത്ത് തന്നെയാണ്. ഇതും അധികം വെയിൽ കൊള്ളാതെ തന്നെ വെക്കുന്ന ചെടിയാണ് കേട്ടോ. നമ്മൾ ഇൻഡോർ വെക്കുന്ന ഏത് ചെടിയും, നമ്മുടെ കലാത്തി ആയിക്കോട്ടെ, അതുപോലെ കലേഡി ആയിക്കോട്ടെ, അഗ്ലോണിമ, നമ്മുടെ എല്ലാ ഇൻഡോർ ചെടികളും, സീ പ്ലാന്റ് എന്ന് വേണ്ട, നമുക്ക് ഇൻഡോറായിട്ട് വയ്ക്കുന്ന എല്ലാ ചെടികൾക്കും വേണ്ടുന്ന ഒരു പോട്ടി മിക്സാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിനകത്ത് നമുക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കണ്ടൻറ്റാണ് ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. നഴ്സറികളൊക്കെ നിങ്ങൾ കണ്ടുണ്ടാവും. നമ്മൾ ചട്ടി വാങ്ങുമ്പോൾ അതിനകത്തൊരു വെളുത്ത ഒരു ഇത് ഉണ്ടാവും നമ്മുടെ പോട്ടി മിക്സിൽ. അതാണ് പെർലൈറ്റ്. ഈ പെർലൈറ്റ് ഇപ്പോൾ എല്ലാ വളക്കടകളിലും നഴ്സറികളിലും നമുക്ക് വാങ്ങാൻ കിട്ടും. നഴ്സറികളിൽ കുറവാണ് കൊടുന്ന് വയ്ക്കുന്നത്, പക്ഷേ വളക്കടകളിൽ നമുക്കിത് വാങ്ങാൻ കിട്ടും കേട്ടോ. ഇപ്പോൾ ഏത് പോട്ടി മിക്സ് നമ്മളെടുത്ത് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ചെടികൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, മണ്ണ് കട്ടയായി പോവാതിരിക്കാൻ, നല്ല എയർ പാസ് ഉണ്ടാവാൻ, എയർ സർക്കുലേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഈ ഒരു സാധനം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചെടികൾക്ക് നല്ലതാണത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നമ്മുടെ പോട്ടി മിക്സിലേക്ക് എടുത്തിരിക്കുന്നത് നമ്മുടെ ഇതേപോലെയുള്ള ചട്ടി കണ്ടല്ലോ, ഇതേപോലെയുള്ള ചട്ടിയിൽ ഒരു ചട്ടി ഞാൻ ഇട്ട് കഴിഞ്ഞു ചകിരിച്ചോറ്, ഒരു ചട്ടിയും കൂടി ചകിരിച്ചോറ് ഉപയോഗിക്കുന്നു കേട്ടോ. അപ്പോൾ 2 ചട്ടി ചകിരിച്ചോറ്, അതുപോലെ നമ്മൾ ആ ചട്ടിയുടെ അളവിലുള്ള ഒരു ചട്ടി പെർലൈറ്റ് ഇട്ടു. നമുക്കിത് മണ്ണ് ചേർക്കാതെ ഇതേപോലെ ഞാനിപ്പോൾ ഇതിനകത്ത് മണൽ ചേർക്കുന്നുണ്ട്. മണ്ണ് ചേർക്കാതെ തന്നെ നമുക്ക് ആന്തൂറിയൊക്കെ നടാൻ നല്ല ഒരു പൊട്ടി മിക്സ് ആട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് വേണ്ടത് മണ്ണ് ചേർക്കുന്നില്ല, അതിന് പകരമായിട്ട് ഒരു പാത്രം മണൽ ചേർക്കുന്നുണ്ട്. മണൽ കിട്ടാനില്ലെങ്കിൽ അധികം കട്ടയാവാത്ത കുറച്ച് മണ്ണ് നിങ്ങൾ ഇതിനകത്ത് ചേർത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ മണലുണ്ടെങ്കിൽ മണൽ നല്ലത്, അല്ലെങ്കിൽ അധികം കട്ടയില്ലാത്ത മണ്ണ് നോക്കിയിട്ട് മണ്ണ് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ വെർമി കമ്പോസ്റ്റോ അല്ലെങ്കിൽ ഉണങ്ങിയ ചാണകപ്പൊടി, ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ഉണങ്ങിയ ചാണകപ്പൊടിയാണ്. അപ്പോൾ ഉണങ്ങിയ ചാണകപ്പൊടി ഒരു പാത്രം. അപ്പോൾ എല്ലാം അളവ് കണ്ടല്ലോ, ഒരേ തരത്തിലുള്ള പാത്രത്തിലാണ് അളവെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 പാത്രം ചകിരിച്ചോറ്, ഒരു പാത്രം പെർലൈറ്റ്, ഒരു പാത്രം നമ്മൾ മണൽ, ഒരു പാത്രം വെർമി കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമുക്ക് ഫംഗിസൈഡായിട്ട് നമ്മളെപ്പോഴും ചെടികൾക്ക് ഉപയോഗിക്കുന്ന ഒരു സ്പൂൺ, ഇതേപോലെയുള്ള ഒരു ചെറിയ സ്പൂണിൽ നമ്മൾ കുറച്ച് സാഫ് ഉപയോഗിക്കുന്നുണ്ട്. സാഫ് അറിയാലോ, നല്ലൊരു ഫംഗിസൈഡാണ്. അപ്പോൾ മണ്ണിൻ്റെയും ക്വാണ്ടിറ്റി, ഇതിൻ്റെ എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്നോ അനുസരിച്ച് അതനുസരിച്ച് സാഫ് ഇടാം കേട്ടോ. അതിന് ശേഷം ഞാൻ ചേർക്കുന്നത് ഒരു പിടി എല്ലുപൊടിയാണ്. നമ്മളിത് പോട്ടിൽ നട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം അടിവളമൊന്നും നമ്മൾ കൊടുക്കില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും ഇതുപോലെ നടുമ്പോൾ നമുക്ക് കുറച്ച് എല്ലുപൊടി ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ 2 പിടി എല്ലുപൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഈ ഒരു മിശ്രിതം നന്നായിട്ട് കൈ കൊണ്ടോ അല്ലെങ്കിൽ ഗ്ലൗസൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ മിക്സ് ചെയ്താൽ മതി കേട്ടോ. പക്ഷെ ഞാനെപ്പോഴും കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ ഒരു നല്ലൊരു മിശ്രിതം ഉണ്ടാക്കിയാൽ നമ്മൾ ഇൻഡോർ പ്ലാന്റ് നട്ടാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ വെള്ളം കൊടുക്കണ്ട.
നമുക്ക് 2-3 ദിവസം കൂടുമ്പോൾ ഈ ചെടികൾ നനച്ചാൽ മതിയാവും. കാരണം ഈ പെർലൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് മണ്ണ് അധികം കട്ടയാവില്ല. ചകിരിച്ചോറുള്ളത് കൊണ്ട് അതിൻ്റെ ഈർപ്പം എപ്പോഴും നിലനിൽക്കും. കൂടുതൽ ഈർപ്പമുള്ളത് ഈ പെർലൈറ്റിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഈ പെർലൈറ്റ് കൂടുതൽ ഈർപ്പമുള്ളത് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ നമ്മളെപ്പോഴും പെർലൈറ്റ് വെച്ച് നടുന്ന ചെടികൾ കണ്ടിട്ടുണ്ടാവും. എപ്പോഴും ഒരു നനവുണ്ടാവും. പക്ഷെ അത് നനച്ചിട്ടല്ല, 2-3 ദിവസം കൂടുമ്പോൾ നനച്ചതുകൊണ്ടാണ് നനച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അത് നന്നായിട്ട് ഇളക്കി എടുക്കാനുണ്ട്. ഞാനിപ്പോൾ നിങ്ങളെ വീഡിയോ എടുത്ത് കാണിച്ചതുകൊണ്ടാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അടിയിലുള്ള ചകിരിച്ചോറെല്ലാം വരാവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ പോട്ടിലേക്ക് ആക്കിയാൽ മതി. നമ്മളെപ്പോഴും നല്ല ഹോളുള്ള ഇൻഡോർ ചെടി നടാനായിട്ട് എപ്പോഴും ഹോളുള്ള ചട്ടി തന്നെ എടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല ഭംഗിയുള്ള വൈറ്റ് ചട്ടിയിലേക്ക് മാറ്റാം. ഇപ്പോൾ വൈറ്റ് ചട്ടിയും അല്ലെങ്കിൽ ഏത് കളർ ചട്ടിയും അതിന് ഇന്നറും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതേപോലെയുള്ള ചട്ടികൾ നമ്മൾ വാങ്ങിയാൽ മതി. കണ്ടോ? അപ്പോൾ ഇതേപോലെ ഒരു പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് നിങ്ങൾ എല്ലാ ഇൻഡോർ ചെടികളും നട്ടോളൂ കേട്ടോ. ഞാൻ നട്ട് കാണിക്കുന്നില്ല, കാരണം അറിയാമല്ലോ നിങ്ങൾക്ക് പോട്ടിലേക്ക് ആക്കുക. വേറെ ഒന്നുമില്ല, ഈ മിശ്രിതം നേരെ പോട്ടിലേക്ക് ആക്കുക, ചെടി നടുക, അത്രയേ ഉള്ളൂ കേട്ടോ. ചെടിയിൽ നിന്ന് വാങ്ങുന്ന ചെടികൾ നടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് നമ്മുടെ കലേഡിയത്തിൻ്റെ ഒരു ചെടിയാണ്. കണ്ടല്ലോ, ഞാൻ ആ കൊണ്ടുവന്ന നമ്മുടെ ഈ ചട്ടിയിൽ നിന്നും ഞാനത് മാറ്റിയപ്പോൾ ഒരു ജിഫി ബാഗിലാണ്, അതായത് ജിഫിയിലാണ് ഇപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത്. കണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്യണം കേട്ടോ. ഇത് റിമൂവ് ചെയ്ത് ഇതിൻ്റെ വേരിനൊന്നും ഇളക്കം തട്ടാതെ റിമൂവ് ചെയ്തിട്ടേ നമ്മൾ മറ്റൊരു പോട്ടിലേക്ക് നടാൻ പാടുള്ളൂ കേട്ടോ. അതൊന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മൾ ഇതേപോലത്തെ പോട്ട് മിക്സിൽ അങ്ങോട്ട് നട്ടാൽ മാത്രം മതി കേട്ടോ. നമ്മുടെ കലേഡിയം ഞാനിതിപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തിയ പോട്ടി മിക്സിലേക്ക് വേറെ ചട്ടിയിലേക്ക് നട്ടു. കുറച്ച് വലിപ്പമുള്ള ചട്ടിയിലേക്ക് നട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതുപോലെ ഭംഗിയുള്ള ഏതെങ്കിലും നല്ല വൈറ്റോ ഏത് കളറിലായാലും നമുക്ക് തിരഞ്ഞെടുക്കാം. അതുപോലത്തെ പോട്ട് ഒത്തിരി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതേപോലെ ഹോളില്ലാത്ത ചട്ടിയാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ഇത് വെക്കുന്ന സ്ഥലത്ത് വെള്ളം വീണ് അത് വൃത്തികേടാകില്ല. സിറ്റൗട്ടിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കണമല്ലോ. അപ്പോൾ അതുപോലെ വെള്ളം വീഴാതെ നമുക്ക് വെക്കാനായിട്ട് വേറൊരു പോട്ടിലേക്ക് ഇത് ഇറക്കി വയ്ക്കുക. നല്ല ഭംഗിയുള്ള പോട്ടിലേക്ക് ഇറക്കി വയ്ക്കുക. അപ്പോൾ ഇന്നറിൽ വെക്കുന്ന ചട്ടിയുടെ ആ ഭംഗി, അത് ചെറിയ പഴയ ചട്ടിയാണെങ്കിലും അതിൻ്റെ ആ ഭംഗിയൊന്നും നമുക്ക് തോന്നില്ല. അതുപോലെ ഞാനിതേ വേറൊരു കലേഡിയം അതേ പൊട്ടി മിക്സിലേക്ക് നട്ടു. അതും ഇതേപോലെയുള്ള ചട്ടിയിലേക്ക് വെക്കുകയാണ് കേട്ടോ. ഇത്തിരി വലിപ്പം കൂടി ചട്ടി, എന്നാലും കുഴപ്പമില്ല. ചെടി വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഇത് മാറിക്കോളും. കണ്ടോ? അപ്പോൾ ഇതേപോലെ വേറൊരു കലേഡിയം കൂടി ഉണ്ടായിരുന്നു, അതും ഇതുപോലെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് സിറ്റൗട്ടൊക്കെ ഇതുപോലത്തെ ചട്ടികളൊക്കെ വെച്ച സിറ്റൗട്ടിലൊന്നും വൃത്തികേടാവില്ല. അതാണ് ഏറ്റവും വലിയൊരു ഗുണം. നമ്മൾ ഇടയ്ക്ക് വല്ലപ്പോഴും വെള്ളം ഒഴിക്കുമ്പോഴേ അതിൻ്റെ മണ്ണ് വീഴുകയോ ചെളി വീഴുകയോ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഈ കണ്ട ചെടികളെല്ലാം സ്വന്തമാക്കിയ നഴ്സറിയാണ് അടുത്തത്. ഈ നഴ്സറിയെ നിങ്ങൾ പ്രത്യേകം പരിചയപ്പെടുത്തണോ എന്ന് എനിക്കറിയില്ല. കാരണം കഴിഞ്ഞ 2 വീഡിയോയ്ക്ക് മുമ്പായിട്ട് ഞാൻ ഈ നഴ്സറി നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. നമ്മുടെ ബോഗൺവില്ലയുടെ കളക്ഷൻസ് ഒത്തിരി ഉള്ളത് നമ്മുടെ ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്ന ഒരു നഴ്സറി എന്ന് പറഞ്ഞ് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. പ്ലാന്റ്സ് പാർക്ക് എന്ന് പറഞ്ഞ നഴ്സറിയാണ്. ആ നഴ്സറിയിൽ ഏറ്റവും അധികം കളക്ഷൻ ഉണ്ടായിരുന്ന നമ്മുടെ ബോഗൺവില്ലാസ് ഏകദേശം തീർന്നു. നമ്മുടെ വീഡിയോ കണ്ടിട്ട് തന്നെ ഒത്തിരി പേര് അവിടെ പോയി അത് സ്വന്തമാക്കി. പലർക്കും ചെടി കിട്ടാതെ വന്നു. ആ ഒരു വിഷമം ഇതിൻ്റെ ഓണറായ തോമസ് ചേട്ടൻ എൻ്റെ അടുത്ത് പങ്കുവച്ചു. ഇനി അടുത്ത കളക്ഷൻ വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ പൂച്ചെടികളെ പോലെ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് നമുക്ക് വളർത്താൻ പറ്റിയ ഇൻഡോർ ചെടികളുടെയും കുറേ ശേഖരമുണ്ട് ഈ നഴ്സറിയിൽ. അപ്പോൾ ഞാനെല്ലാം എനിക്ക് മേടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ വിലയിൽ നമുക്ക് ഒതുങ്ങുന്ന തരത്തിലുള്ള കുറച്ച് ചെടികളാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചത്. പക്ഷേ അവിടെ ഒത്തിരി ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെറൈറ്റീസ് ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ബ്ലാക്ക് ബാറ്റ് എന്ന് പറയുന്ന ഒരു ചെടിയാണ് കേട്ടോ അത്. ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂവ് കാണാനായിട്ട്. ശരിക്കും ഒരു ബാറ്റിൻ്റെ പോലെ തന്നെ, ഒരു വവ്വാലിൻ്റെ അതേ കളറിലും അതേ ഷേപ്പിലും തന്നെയാണ് പൂവ്. ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇതിൻ്റെ ഒത്തിരി ചെടികൾ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് വെയിലത്തൊക്കെ വെച്ച് വളർത്താൻ പറ്റിയൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഈ ചെടി അവിടെ കണ്ടപ്പോൾ എനിക്ക് വലിയൊരു വെറൈറ്റി ആയിട്ട് തോന്നി. ഇത് മെഡിനില എന്ന് പറഞ്ഞ ചെടിയാണ്. ഇത് അധികം ഉദിച്ചു വരുന്ന വെയിൽ കിട്ടാതെ ഷെയ്ഡിൽ പാർഷ്യലി വെയിൽ കിട്ടുന്നിടത്ത് വെച്ച് വളർത്താൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ചെടിയാണ്. ഇതിൻ്റെ തൈകൾ ഒത്തിരി അവിടെ റെഡി ആയിട്ടുണ്ട് സെയിലിന് കേട്ടോ.
ഇതുപോലെ വെറൈറ്റികളായിട്ടുള്ള ഒത്തിരി ചെടികളുടെ ഒരു കലവറ തന്നെയാട്ടോ ഈ നേഴ്സറി നിങ്ങൾക്കറിയാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു എവിടെയാണ് കറക്റ്റ് സ്ഥലമെന്ന് പറഞ്ഞിരുന്നു. തൃശ്ശൂർ ജില്ലയിലാണ് ഈ നേഴ്സറി. ചാലക്കുടി ഭാഗത്തുനിന്ന് വരുന്നവർക്ക് ഇരിഞ്ഞാലക്കുട പോകുന്ന റൂട്ടിൽ കല്ലേറ്റിങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ജുമാ മസ്ജിദ് ഉണ്ട്, അതുപോലെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ടാണ് ഈ നേഴ്സറി. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, കാരണം റോഡ് സൈഡ് തന്നെയാണ്. അതുപോലെ തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്നവർക്കാണെങ്കിൽ തൃശ്ശൂർ കഴിഞ്ഞ് ഇരിഞ്ഞാലക്കുട കഴിഞ്ഞ് നമ്മുടെ ചാലക്കുടിക്ക് വരുന്ന വഴിക്കാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ ഫോൺ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് വഴി ഇതിൽ ഓണർ പറഞ്ഞു തരും. അപ്പോൾ ഒത്തിരി കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സാധാരണ നമ്മൾ ഇൻഡോർ പ്ലാന്റായിട്ട് വെക്കുന്ന കലാത്തിയ, അഗ്ലോണിമ, അതുപോലെ അസീലി, മറ്റേ അലോക്കേഷ്യ, പേര് തന്നെ എനിക്ക് എല്ലാത്തിനും പറയാറില്ല. പിന്നെ അതുപോലെ നമുക്ക് മിനിയേച്ചർ ആന്തൂറിയുണ്ട്, 4 കളർ ഹോയയുടെ ചെടികൾ അവൈലബിൾ ആണ്. ഒത്തിരി എനിക്ക് പേരുകൾ തന്നെ എല്ലാം പറയാനായിട്ട് പറ്റുന്നില്ല. നിങ്ങളൊന്ന് പോയി കാണുന്നതും അവിടെ ചെന്നാൽ നിങ്ങൾ എന്തായാലും ചെടികൾ വാങ്ങാതെ വരില്ല. അതുപോലെ മിതമായ റേറ്റും ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലത്തുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി അടിപൊളി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.